അപ്പോസ്തലനാകുന്ന പൗലോസ് എഫേസർക്ക് ലേഖനം എഴുതുമ്പോൾ വ്യക്തതയോടെ ശക്തിയോടെ വിളിച്ചു പറയുക, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. പൗലോസിന്റെ ജീവിതത്തിന്റെ മേൽ അങ്ങനെ ചിലതുണ്ടായിരുന്നു. തന്റെ ജീവിതത്തിൽ വല്ലാത്ത പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ താൻ കർത്തന്റെ സന്നിധിയിൽ കയറി നിന്ന് ആ കർത്തനിൽ നിന്ന് ശക്തി പ്രാപിച്ചത് കൊണ്ട് തന്നെയാണ് അവന് ഈ ബലത്തോടെ നിൽക്കുവാനുള്ള ശക്തി ലഭിച്ചത്. താൻ ഒരു വലിയ പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയപ്പോൾ കർത്തന്റെ സന്നിധിയിൽ ഒടുവിൽ വന്ന് നിലവിളിക്കുമ്പോൾ ആ കർത്തൻ വിളിച്ചു പറയുകയാണ്, എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞ് അവനെ ശക്തിപ്പെടുത്തിയപ്പോൾ താൻ അടുത്ത വാക്യങ്ങളിൽ വിളിച്ചു പറയുകയാണ്, ഞാൻ ബലഹീനനായിരിക്കുമ്പോഴും ദൈവത്താൽ ശക്തിയുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് താൻ ഇത്രയും ശക്തിയോടെ ഉറപ്പോടെ വിളിച്ചു പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടും. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ കടന്നു വന്ന പ്രതിസന്ധികളിൽ തരണം ചെയ്യുവാൻ നാം നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ ജ്ഞാനം കൊണ്ടും അറിയാവുന്ന സകല വ്യക്തികളെ കൊണ്ടും പരിശ്രമിക്കുകയും പരിഹരിക്കുവാനും ശ്രമിച്ചിട്ടും ഒന്നും നടന്നില്ലെങ്കിൽ, പ്രിയ ദൈവപൈതലേ, നീ മുഴങ്കാൽ മടക്കാൻ തയ്യാറാണോ? നീ ജീവനുള്ള ദൈവം ഉണ്ട് എന്നും ആ ജീവനുള്ള ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും എന്നും വിശ്വസിച്ചുകൊണ്ട് ആ വചനം ഒന്ന് കരത്തിലെടുത്ത് ആ വചനം വായിച്ചുകൊണ്ട് ആ വചനത്തിനകത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങളെ, ഇത് എന്നോടുള്ള ആലോചനയാണ്, എന്നോട് പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് എന്ന് പറഞ്ഞ് വിശ്വാസത്തോടുകൂടി മുമ്പോട്ട് ചുവടുവെക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ അവൻ ഉറച്ചു നിന്നു എന്ന് മോശയെക്കുറിച്ച് വചനം പറയുന്നത് പോലെ, പ്രിയ ദൈവപൈതലേ, ആരും കണ്ടിട്ടില്ലാത്ത ആ ദൈവത്തെ ഈ വചനത്തിൽ കൂടെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൈവം എനിക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും എന്നും ആ യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ വിളിച്ചു പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് ചുവടുവെക്കുവാൻ നീ തയ്യാറാകുന്നു എങ്കിൽ നിശ്ചയമായും നീ ഈ ലോകത്തിൽ ആശ്രയിച്ച സകലത്തിനെക്കാട്ടിലും അപ്പുറത്ത് അത്ഭുതകരമായ ദൈവപ്രവൃത്തി ചെയ്യുവാൻ ആ നല്ല കർത്താവ് ശക്തനാണ്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന് പറയുന്ന 3 ബാലന്മാർ തീയുടെ മുമ്പിൽ നിലനിൽക്കുമ്പോഴും അവർ വിളിച്ചു പറയുകയാണ്, ഞങ്ങൾക്കൊരു ദൈവം ഉണ്ട് എന്ന്. ഒടുവിലാണ്, അവസാന നിമിഷമാണ് അവർ വിളിച്ചു പറയുന്നത്. എന്താ സംഭവിക്കുന്നത്? അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആ ദൈവം ആ തീക്കകത്തിൽ ഇറങ്ങി വന്നു എങ്കിൽ നിന്റെ നീറുന്ന പ്രശ്നത്തിനകത്തിലും ഇറങ്ങി വന്ന് ശ്രേഷ്ഠമായി നിന്നെ വിടുവിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ മാന്യതയുള്ള പാത്രമാക്കി മാറ്റുവാൻ ആ നല്ല കർത്താവ് ശക്തനാ. അതുകൊണ്ട് ആ വചനത്തെ വിശ്വസിച്ച് ഒടുവിൽ കർത്താവിൽ നിലനിൽക്കാൻ നീ ശ്രമിക്കുക. നീ ഒരു വിജയമായി തീരുക തന്നെ ചെയ്യും. ഈ വചനങ്ങൾ നിന്റെ ജീവിതത്തിന്റെ മേൽ വലിയ പരിവർത്തനം ചെയ്യട്ടെ. ആമേൻ.